ഹായ് ഗൈസ്, നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ആദ്യത്തെ ലോങ് വീഡിയോ ഇട്ടത്. ഞാൻ ഇടണ ഷോർട്സിൽ ഒരു ലോങ് വീഡിയോയിലൊരു കമൻറ്റ് വന്നായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ലൈവിലൊക്കെ കമൻറ്റ് വരാറുണ്ട് എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോന്ന്. ഇല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് ഷോർട്സ് ഒക്കെ കാണുമ്പോഴൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിക്കാറുണ്ട് ബോയ് ഫ്രണ്ട് ആണോന്ന്. അങ്ങനെയൊന്നും അല്ലാട്ടാ. അപ്പോൾ അത് പറയാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ എൻ്റെ ക്യാമറമാനാണിത്, പേഴ്സണൽ ക്യാമറമാൻ. ഇയാൾക്ക് ഈ ഫോൺ വാങ്ങിയത് തന്നെ എനിക്ക് വ്ളോഗും വീഡിയോസ് എടുക്കാൻ വേണ്ടിട്ടാണ്. യൂട്യൂബില് ലോക്കൽ ആവല്ലേ. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് മിക്കപ്പോഴും ഇവിടെ വന്നിട്ടാണ് വീഡിയോ എടുക്കാറ്. അപ്പൊ ഇയാളുടെ ഫോണിലാണ് വീഡിയോ എടുക്കാറ്, ഇയാളാണ് വീഡിയോ എടുത്ത് തരാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ചലഞ്ചൊക്കെ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അല്ലേ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഫാമിലിയിൽ ആരോ ഒന്നും ഞാൻ യൂട്യൂബ് വീഡിയോസിലും കാര്യങ്ങളിലൊന്നും കൊണ്ടില്ല. അപ്പോൾ ഷോർട്സിലായാലും ലോങ് വീഡിയോയിലും കൊണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ എനിക്കങ്ങനെ കണ്ടമാനം ഫ്രണ്ട്സൊന്നും ഇല്ല. പിന്നെ ഉള്ളവരൊന്നും എറണാകുളത്തുകാരൊന്നും അല്ല അല്ലേ, എല്ലാവരും വേറെ വേറെ പുറത്തുള്ളവരാണ്. പിന്നെ എല്ലാവരും ജോലിയും തിരക്കുള്ളവരാണ്. അപ്പം ഇയാൾക്ക് ജോലി ഉണ്ടെങ്കിലും തിരക്കില്ലാത്ത ഒരാളായതുകൊണ്ടാണ് എൻ്റെ മിക്ക വ്ളോഗ്സും കാണുന്നത്. എനിക്ക് ചലഞ്ചസും ഗെയിംസൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ട്. അപ്പം അങ്ങനെ അതുകൊണ്ട് നമുക്ക് പറ്റുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ഇരുന്ന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമ്മൾ വീഡിയോസ് ചെയ്യാറ്. പറയും നമ്മൾ ഏത് ചലഞ്ചസിനെ കുറിച്ച്. ഞങ്ങൾ കൂടുതലും ചലഞ്ചൊക്കെ ചെയ്യണത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വന്ന് ഇരുന്നിട്ട് ഈ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്യുള്ളൂ. സ്പോട്ടിൽ നമ്മൾ ഇരുന്ന് നോക്കും, എന്തെങ്കിലുമൊക്കെ ഇരുന്ന് നോക്കിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും അതിന് പ്രോപ്പർട്ടി ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളൊരു തെർമോക്കോൾ അല്ലേ കട്ട് ചെയ്ത് വെച്ച്, അതെന്തായിരുന്നു മെമ്മറി ടെസ്റ്റ്. ഒരു ചലഞ്ച് ചെയ്ത് നമ്മൾ ഇവിടെ വന്നിരുന്നിട്ട് ഇവിടെ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് കട്ട് ചെയ്ത് അതിന്റെ പൊക്കത്ത് ഇല വെച്ച് വരച്ച് അങ്ങനെ ചെയ്യാറ്. അതല്ലാതെ നല്ല വീഡിയോസ് ഒക്കെ എടുക്കണമെന്നുണ്ട്. ഞാൻ ഒരു തൊഴിൽ രഹിത ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ചലഞ്ചിന് അല്ലെങ്കിൽ ഒരു ഗെയിമിനൊക്കെ വേണ്ടി ഇപ്പൊ അങ്ങനെ അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിയിട്ട് ചെയ്യാനുള്ള ഒരു ഇതൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ ഇങ്ങനെയൊക്കെ ചലഞ്ചൊക്കെ ചെയ്യാനാണെങ്കിലും ഗെയിം ചെയ്യാൻ രണ്ടുപേരാണല്ലോ. അപ്പൊ അതിലൊരു കൂട്ടെന്നുള്ള രീതിക്ക് മാത്രമാണ് ഈ പറഞ്ഞ വ്യക്തിയുള്ളത്. ഇതാണ് ഞാൻ ലൈവിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് നീ ലൈവിലുണ്ടോ? എന്റെ ലൈവിലെന്താ മോഡറേറ്റർ. യെസ്, അതായത് നമ്മളിങ്ങനെ ബ്ലൂ കൊടുക്കും പേരില്. അപ്പൊ അവരുടെ ബാനറൊക്കെ ഉണ്ടാവും. അല്ല ബ്ലൂ ആരാധല്ല, ബ്ലൂ ഞങ്ങൾക്ക് തരും. ആരെയും മുഹമ്മദ് കിട്ടൂല. അപ്പൊ അങ്ങനെ അപ്പൊ അതാണ് കച്ചവടൊക്കെ വിചാരിക്കണ്ടോ? ഒന്നുമില്ല. നമുക്ക് അഥവാ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാവണത് വന്നിട്ട് നാളെ യൂട്യൂബിൽ പറയാലോ. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 500 സബ്സ്ക്രൈബേഴ്സ് ആയ കാര്യം അത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടായിരുന്നു. ഞാൻ എന്റെ വീട്ടിൽ വെച്ചെടുക്കണം. എന്റെ വീട്ടിൽ വെച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയണ പോലെ തന്നെ ഭയങ്കര തിരക്കുള്ള റോഡ് സൈഡിലുള്ള വീട്. അപ്പൊ വണ്ടികളുടെ ബഹളം, അപ്പുറത്തും ഇപ്പുറത്തുള്ള ഹോട്ടലിന്റെ ബഹളം, പിന്നെ ഞാൻ സംസാരിക്കുന്ന പയ്യായിരിക്കും വീട്ടിലുള്ളവരുടെ ബഹളം. അപ്പൊ ഇപ്പൊ ഈ അടുത്ത് ഞാൻ ഇട്ടേക്കുന്ന 2 ലോങ് വീഡിയോ ആയാൽ പോലും വീട്ടിൽ അത്യാവശ്യം റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടാവുന്ന ടൈമിൽ എടുത്തതായതുകൊണ്ട് നിങ്ങൾക്കും കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് ഈ മൈക്ക് അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊന്നും ഇല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒന്നും കൂടി സമാധാനമുണ്ട്. ഇപ്പൊ കേൾക്കാൻ പറ്റുമായിരിക്കും അത്യാവശ്യം. അപ്പൊ അങ്ങനെ കൂടുതലും ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇടാന്ന് വിചാരിക്കണം ഇപ്പൊ ഇങ്ങനെ സംസാരിക്കണം. അതല്ലാതെ നമ്മൾ എങ്ങോട്ടും ട്രാവലൊന്നും ചെയ്യാത്തതുകൊണ്ട് അങ്ങനെയുള്ള വ്ളോഗുകളൊന്നും നിലവിൽ ഇടാൻ പറ്റില്ല. എനിക്ക് എന്റെ അത്രയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലെങ്കിൽ പോലും കുറച്ചൊക്കെ പറയും. 500 ഫോളോവേഴ്സ് ആയപ്പോഴാണ് ഞാനൊരു ലോങ് വീഡിയോ ഇട്ടത്. പിന്നെ അച്ഛന്റെ കാര്യം. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ വിചാരിക്കണത് ഇനിയിപ്പോ അടുത്ത വരാൻ പോകുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴായിരിക്കും. അത് കുറച്ചുകൂടി നല്ലൊരു ലോങ് വീഡിയോ നമുക്ക് പുറത്തൊക്കെ വെച്ചിട്ട് തന്നെ എടുക്കാൻ നടക്കുമെന്ന് എനിക്കറിയാൻ. ഗിവൊക്കെ അങ്ങനെ കുറച്ചുപേര് പലരും പലതൊക്കെ ചോദിക്കുന്നത്. ഒരാളിങ്ങനെ നമുക്ക് ഫുട്ബോള്, ചായ, പൊറോട്ട അങ്ങനെ ഓരോരുത്തരൊക്കെ ചോദിക്കണ്ട. അതൊക്കെ നമുക്ക് ലൈവിൽ നിന്ന് കിട്ടി അത്യാവശ്യം നല്ല റിയൽ ആയിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഞാൻ വിചാരിക്കണത് ഓക്കെ നമുക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ വേഗം 1000 സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ. നമ്മളിപ്പോൾ ഈ അടുത്ത് 2 ഷോർട്സ് അത്യാവശ്യം നല്ലോണം വ്യൂസ് കയറിയായിരുന്നു. അത് രണ്ടും 1.5 ലക്ഷത്തിന്റെ മുകളിൽ വ്യൂസ് പോയി. ഒരെണ്ണം 160 സംതിങ് പോയി, ഒരെണ്ണം 170 ഇപ്പൊ 80 ആയി കാണണം. എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. അപ്പൊ അതിൽ ഓരോ കമന്റ്സിനൊക്കെ ഞാൻ നല്ല രീതിക്ക് എല്ലാത്തിനും ഓരോന്നിനും ലൈക്കും റിപ്ലൈയും കൊടുക്കാറുണ്ട്. അപ്പൊ വേഗം തന്നെ 1000 ആവുമെന്നാണ് വിശ്വാസം. 1000 അല്ല, അതിന്റെ അപ്പുറത്തേക്ക് കുറെ പോകാനുണ്ട്. പറ്റുന്ന പോലെ വീഡിയോസ് ഇടും. കൂടുതൽ ഷോർട്സ് ആയിരിക്കും. പക്ഷെ ഷോർട്സ് മാത്രം ഇട്ടുകൊണ്ട് നമുക്ക് വാച്ച് അവറും ഇനി എന്തായാലും ഡെയിലി ലൈവ് ഉണ്ടാവും. നല്ലോണം പെട്ടെന്ന് മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈവ് ഇടണത് തന്നെ. ലൈവ് വലിയ കുഴപ്പമില്ല. ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഇച്ചിരി പ്രശ്നങ്ങൾ വരുമെങ്കിലും ഓക്കെയാണ് അല്ലേ.
അപ്പൊ ഇപ്പൊ ഇത്ര സംസാരിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇടോന്ന് അറിയില്ല. എനിക്ക് പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്തിടാൻ ഇഷ്ടമാണ്. അതായത് ആളുകൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. കാരണം എല്ലാവരും ഇടുമ്പോൾ നല്ല രീതിക്ക് എഡിറ്റ് ചെയ്ത് അതിൻ്റെതായ നല്ല ഭംഗിക്ക് ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ സംസാരിക്കണം. ഇവൻ ഞാൻ എന്റെ ചാനലിന്റെ പേര് പോലെ തന്നെ അല്ലേ, ഫിൽറ്റേർഡ് അല്ലാത്ത അൺഫിൽറ്റേർഡ്. അതിപ്പോ ഞാൻ എൻ്റെ ഒരു വേ ഓഫ് ടോക്കിംഗ് ആയാലും ഈ കാണുന്ന നിങ്ങളുടെ വിഷ്വൽ ആയാലും ഒക്കെ ഞാൻ അത് ഉദ്ദേശാട്ട അല്ലേ. അങ്ങനെ തന്നെയാണ് ഇതിപ്പോ നിലവിൽ എല്ലാ വീഡിയോസും. ലോങ് വീഡിയോസ് ആയാലും എന്റെ ലൈവ് ആയാലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ എന്റെ ലോങ് വീഡിയോസ് ആയാൽ പോലും ഞാൻ അതിന്റെ ഇടയ്ക്ക് കട്ട് ചെയ്ത് അങ്ങനെ ഭംഗി വരുത്താറില്ല. ഞാൻ എങ്ങനെ സംസാരിക്കണത് അങ്ങനെ തന്നെ. ഇപ്പൊ ലൈവിലായാലും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് അത്യാവശ്യം ഫോളോവേഴ്സിനെ കിട്ടിയേക്കുന്നതും. അവർ ആ ലൈവ് മാത്രം കാണുന്നവരല്ലാതെ അല്ലാതെ നമ്മുടെ ഷോർട്സ് കാണുകയും കമന്റ് ഇടുകയും അല്ലെങ്കിൽ നമ്മളെ കണ്ടില്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച് അന്വേഷിക്കുകയും ചെയ്യണവരെ കുറച്ച് പേര് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ്. അപ്പൊ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും വീഡിയോ. ഇനി ഭാവിയിലേക്ക് ചിലപ്പോൾ മാറ്റമൊക്കെ വരുമായിരിക്കും. ഇയാളൊക്കെ തട്ടിക്കളഞ്ഞിട്ട് നമ്മൾ അങ്ങനെ തട്ടിക്കളയുന്നല്ല കേട്ടോ, മാറ്റിയിട്ട് അല്ലെങ്കിൽ ഇയാളെ എഡിറ്റിംഗ് ഒക്കെ പഠിപ്പിച്ചിട്ട് നമുക്ക് നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇടാം. പക്ഷെ ഇപ്പൊ ഞാൻ ഇതിൽ ഓക്കെയാണ്. ഇങ്ങനെ കാണാൻ ഇഷ്ടമുള്ളവർ ഒക്കെ നമുക്ക് മതി. ആ ഒരു സാധനമാണ് എനിക്കിപ്പോ അല്ലേ. എന്നെ ഇങ്ങനെ കാണാൻ ഇപ്പൊ ലൈവിലൊക്കെ വരുമ്പോഴായാലും ആൾക്കാർ ചോദിക്കും ഞാനിപ്പോ ഇങ്ങനെ തന്നെയാണ് ലൈവിൽ വരാറ്. അല്ലെങ്കിൽ ആ ലൈവിന് വേണ്ടി ആൾക്കാരെ പിടിച്ചു നിർത്താൻ ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ കൂടുതലായിട്ട് ചെയ്യാറില്ല. ഇച്ചിരി മുന്നത്തെ ലൈവ് കണ്ട ആൾക്കാർക്ക് അറിയാം. ഇതുവരെയുള്ള എല്ലാ ലൈവും കണ്ടവർക്ക് അറിയാം. ഇതുവരെയുള്ള മിക്ക വീഡിയോസ് എടുത്താൽ അങ്ങനെ തന്നെ. ഇന്നത്തെ ലൈവ് കണ്ട ആൾക്കാർക്ക് അറിയാം ഇതേ കോസ്റ്റ്യൂമിലാണ് മെയിൻ ആയിട്ട് എന്റെ ലോങ് വീഡിയോ എടുത്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഞാൻ ഒന്നും ആഡ് ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന രീതിയാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ അങ്ങനെ അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എല്ലാ വീഡിയോസിന്റെ അറ്റത്ത് ഞാൻ പറയാറുണ്ട് നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാതെ. അങ്ങനെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ളതാണ് എനിക്ക് കുറച്ചുകൂടി നല്ല ഗെയിം അല്ലെങ്കിൽ ചാനൽ ചെയ്യാനാണ് ഇഷ്ടം. പക്ഷെ അങ്ങനെ കുറച്ച് നമ്മൾ തപ്പി കണ്ടുപിടിക്കും. ഇപ്പൊ അത്യാവശ്യം ചെയ്യാറുണ്ട്. അത്യാവശ്യം വ്യൂസ് ഒക്കെ വലിയ തരക്കേടില്ലാതെ കിട്ടാറുണ്ട്. ഇപ്പൊ തുടങ്ങിയല്ലേ ഉള്ളു. അപ്പൊ ഇതിനേലും നല്ലതായിട്ട് ചെയ്യാന്ന് വിചാരിക്കണം. അപ്പൊ അങ്ങനെ ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഇരുന്നപ്പോഴേക്കും ഓക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് ഒരു ലോങ് വീഡിയോ ആയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. എന്താ അത് കുഴപ്പമില്ല, അത് മതി. അപ്പൊ ഇന്നത്രേ ഉള്ളൂ. ബൈ.